അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ നേതാക്കൾ ആവശ്യപ്പെടുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതോ അടുത്ത വെല്ലുവിളിയുമായി അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണോ? മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നു അർജുൻ. ഈ പ്രവർത്തകന്മാർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഉൾപ്പെടെ നേതാക്കന്മാർ ഇവിടത്തേക്ക് എത്തിയവരെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി അതിനൊന്നും തന്നെ വഴങ്ങാതെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിൽ ഇപ്പോൾ പോലീസ് മറുവശത്തുള്ള ഈ പോലീസ് നിറയിപ്പിച്ചുള്ള ഒരു വശത്തുകൂടി പോലീസിന്റെ ലാത്തിയാണ് ഈ കാണുന്നത്. ഈ ലാത്തി ഉൾപ്പെടെ വലിച്ചു വാങ്ങിക്കൊണ്ട് പോലീസിന്റെ ലാത്തി ഉൾപ്പെടെ KSU പ്രവർത്തകർ കൈക്കലാക്കുകയും പിന്നീട് അത് തിരിച്ചു നൽകുകയും ചെയ്തു. ഇപ്പോൾ തിരിച്ച് പോലീസിന്റെ ഭാഗത്തേക്ക് സുജയ, അതായത് ഈ SP ഓഫീസിന് മാർച്ച് തടഞ്ഞതിൻ്റെ തൊട്ടടുത്ത് തന്നെയായി ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഫീസിനൊരു ഗേറ്റുണ്ട്. ആ ഗേറ്റിൽ പോലീസ് നിലയുറപ്പിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ ഈ പ്രവർത്തകന്മാർ ഉന്തും തള്ളും ഉണ്ടാക്കുകയും അത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. പോലീസിൻ്റെ ലാത്തി ഉൾപ്പെടെ ഈ പ്രവർത്തകന്മാർ പിടിച്ചു വാങ്ങുകയും അത് പിന്നീട് തിരിച്ചു നൽകുകയും ചെയ്തു. പോലീസിന് നേരെ ഈ കൊടി കെട്ടിയ വടി കൊണ്ടുള്ള ചില പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഈ പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഇവിടെ നിലയുറപ്പിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ KSUവിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ച് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തകന്മാർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി കൂട്ടാക്കുന്നില്ല. എന്തായാലും ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഈ കണ്ണൂർ SP ഓഫീസിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ KSUവിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റുകയുമാണ്. മുദ്രാവാക്യം വിളിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയാണ് അവരുടെ നിർദ്ദേശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറും സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ ഈ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ച് അല്ലെങ്കിൽ പ്രതിഷേധം നേരത്തെ ഉണ്ടായ സംഘർഷത്തിന് അല്പം ഒരു അയവ് ഉണ്ടാക്കി ഇവിടെ നിന്നും അല്പം ഒന്ന് മാറി നിൽക്കുകയാണ്. മുദ്രാവാക്യം വിളികളോടെ ഈ പ്രവർത്തകന്മാർ ഇപ്പോൾ ഈ SP ഓഫീസിന് മുന്നിൽ നിന്നും മടങ്ങുകയാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായ ആവശ്യമായി KSUവിൻ്റെ നേതാക്കന്മാർ ഉന്നയിച്ചിരുന്നത്. ശക്തമായിട്ടുള്ള ഇപ്പോൾ ഇവിടെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ SP ഓഫീസിന് മുന്നിലുള്ള റോഡ് ഉപരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ പോലീസിൻ്റെ ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഇവരിവിടെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് പോവുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ KSUവിൻ്റെ നേതാക്കന്മാർ ഇവിടെ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത്. റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് KSU നേതാക്കന്മാർ കടക്കുന്ന റോഡിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിനെതിരെ ശക്തമായ രീതിയിലുള്ള മുദ്രാവാക്യം വിളി ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള റോഡിൽ ഇപ്പോൾ പ്രവർത്തകന്മാർ കുത്തിയിരിക്കുകയാണ്.